ഹരി പാലോട്ജി എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? AHPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ തന്നെ ഒരു ഹിന്ദു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി മാത്രമല്ല, നമുക്കറിയാം പ്രവീൺ തൊഗാഡിയ അദ്ദേഹത്തിന്റെ ആ തീവ്ര ഒരു നിലപാടുകൾ, അതിൽ വെള്ളം ചേർക്കാത്ത നിലപാടുകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ AHPയുടെ ആ ഒരു നിരീക്ഷണം വരുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഞാന് ഈ ചർച്ച ശരിക്ക് കണ്ടുകൊണ്ട് ഇത് ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു ചർച്ചയായിട്ട് കണ്ടങ്ങനെ രസിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതായത് ബംഗ്ലാദേശില് നടക്കുന്ന കലാപത്തില് അവിടുത്തെ മൈനോറിറ്റി ആയിട്ടുള്ള ഹിന്ദു സമാജം അഭിമുഖീകരിക്കുന്ന വിഷയത്തില് നമ്മൾ ചർച്ച ചെയ്യുന്നത് നാളെ നമ്മൾ പാലായനം ചെയ്യാൻ സാധ്യതയുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച നടക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ വരുന്ന ചർച്ച നമ്മുടെ പ്രധാനമന്ത്രി നാളെ ഈ രാജ്യം വിട്ടു പോകുന്നതിനെ കുറിച്ചാണ്. പ്രധാനമന്ത്രിക്ക് നാളെ വരാൻ പോകുന്ന സ്ഥിതിയും ഇതേ അവസ്ഥയാണ്. ഈ തരത്തില് താരതമ്യപ്പെടുത്തിയുള്ള ചർച്ചയും വരുന്നു. ഇതൊക്കെ വരുമ്പോഴും നമ്മളെ ഈ പാനലിലിരുന്ന് സംസാരിക്കുന്ന ആളുകളുടെ മനസ്സിൽ പോലും ശരിക്ക് ഈ ജിഹാദി ഭീകരവാദത്തിന്റെ ആ ഒരു ഭയപ്പാട് നമ്മളെ കൂടെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ശരിക്കും നമ്മൾ തന്നെ ഒരു ആത്മപരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മള് ഹിന്ദുവിന്റെ ഒരു ചരിത്രം, നമ്മള് ഈ ജിഹാദികള് ഏതെങ്കിലും ഒരു സമയത്ത് ഉയർത്തിയ ഇത്തരത്തിലുള്ള ഭീകരതയെ ഭയന്ന് മാളത്തിൽ ഒളിച്ചവരല്ല. ഇത് നാളെ കേരളത്തിൽ വരും, അല്ലെങ്കിൽ നാളെ ഭാരതം മുഴുവൻ വ്യാപിക്കും. ബംഗ്ലാദേശിലുണ്ടായ കലാപം ഇവിടെയൊക്കെ ഇനി വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ ചർച്ച ചെയ്താൽ ആ ചർച്ച തന്നെ തെറ്റാണ്. കാരണം എത്രയോ നാള് മുമ്പ്, വർഷങ്ങൾ മുമ്പ് ഈ കലാപം ഇവിടെയെല്ലാം വന്നതാണ്. 21-ലായാലും 47-ലായാലും ഒക്കെ തന്നെ നമ്മൾ ഈ കലാപത്തിന്റെ എല്ലാ ദോഷവശങ്ങളും അതിന്റെ എല്ലാ കഷ്ടതകളും അനുഭവിച്ച് അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോയവരാണ് ഭാരതീയര്, നമ്മുടെ ഹിന്ദു സമൂഹം. അതിൽ എടുത്തു പറയത്തക്ക ധാരാളം ഉദാഹരണങ്ങളുണ്ട്. എന്റെ നാട്ടില് ഞാൻ AHPയുടെ കാര്യകർത്താവ് എന്ന് പറയുമ്പോഴും ഞാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന സംഘപ്രസ്ഥാനത്തില് സംഘശാഖയിലൂടെ പ്രവർത്തിച്ചു വന്ന ഒരു സ്വയം സേവകനാണ്. അപ്പോ എന്റെ നാട്ടില് കിളിമാനൂർ എന്ന് പറയുന്ന ദേശത്ത് സുനിൽകുമാർ എന്ന് പറഞ്ഞൊരു സ്വയം സേവകനുണ്ട്. അദ്ദേഹം ഹിന്ദു ഐക്യവേദിയുടെ കാര്യകർത്താവായിരുന്നു, സംഘത്തിന്റെ ജില്ലാ സമ്പർക്ക പ്രമുഖായിരുന്നു. അദ്ദേഹത്തെ അവിടെ നടന്ന ഒരു സംഘത്തിന്റെ പ്രാഥമിക ശിക്ഷണ ശിബിരത്തിന്റെ പദസഞ്ചലനവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ചെറിയ ചെറിയ വിഷയങ്ങൾ, ആ ഒരു പദസഞ്ചലനം കടന്നുപോയ സമയത്ത് റോഡിൽ വെച്ചുണ്ടായ ചെറിയൊരു വാക്ക് തർക്കം, ആ വിരോധത്തിന്റെ പേരില് പിന്നീട് അദ്ദേഹത്തെ വധിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു. ഒരു വട്ടമല്ല പലവട്ടം. അദ്ദേഹവും ഞാനും ആ ഒരേ സമയത്ത് ജന്മഭൂമി എന്ന് പറയുന്ന ദിനപത്രത്തിന്റെ വിതരണത്തിൽ ബന്ധപ്പെട്ട് നിന്നിരുന്നു. ഞങ്ങൾ രാവിലെ 2 മണിക്ക് മോട്ടോർ സൈക്കിളിൽ പോയിട്ട് ഈ പത്രക്കെട്ട് എടുത്തിട്ട് വന്ന് തുച്ഛമായിട്ടുള്ള വരിക്കാരാണ് ഞങ്ങൾക്ക് ഉള്ളതെന്ന് ആ സമയത്ത് അത് വിതരണം ചെയ്യുന്ന ഒരു പ്രവർത്തനം ഉണ്ടായി. അപ്പോ സുനിൽകുമാറിന് അറിയാം രാത്രി 2 മണിക്ക് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. എന്റെ പിന്നിൽ ജിഹാദികൾ എന്നെ വകവരുത്താൻ വേണ്ടിയിട്ട് എന്റെ പിന്നാലെ ഉണ്ട്. ഏത് സമയവും എന്റെ മുന്നിൽ ബ്രേക്ക് ഇടാൻ സാധ്യതയുള്ള ഒരു കോളിസ് വാഹനം അതുണ്ട്, അതെന്റെ ജീവൻ കവർന്നെടുക്കും എന്ന് നന്നായിട്ട് അദ്ദേഹത്തിന് അറിയാം. ഞങ്ങൾ സംസാരിക്കാറുണ്ട് ഈ വിഷയത്തെക്കുറിച്ച്. പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അങ്ങനെ ഈ ഒരു ജിഹാദി ഭീകരതയുടെ മുന്നിൽ തോറ്റ് പിന്മാറി ദൗത്യത്തിൽ നിന്ന് പിന്നോട്ട് പോവേണ്ട ആളുകളല്ല സ്വയം സേവകർ. നമ്മുടെ ആത്മാഭിമാനം ഇവരുടെ മുന്നിൽ പണയപ്പെടുത്തേണ്ടതല്ല. സമൂഹത്തിന്റെ മുന്നിൽ മാതൃകയായിട്ട് നാം നിലനിൽക്കണം. നമ്മുടെ പ്രവർത്തനം മാതൃകാപരമായിട്ട് മുന്നോട്ട് നയിക്കണം. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞ ആ മാതൃകാപരമായിട്ട് ഉള്ള ഒരു പ്രവർത്തകന്റെ, ഒരു ശരിയായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകന്റെ ഒരു ദിശ അദ്ദേഹത്തിന്റെ ആ സംഭാഷണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അദ്ദേഹത്തിന് ആ പത്രക്കെട്ട് വിതരണം ചെയ്യുന്ന പ്രവർത്തനം ഉപേക്ഷിച്ചിട്ട് സ്വന്തം വീട്ടിലിരുന്നാല് അദ്ദേഹത്തിന്റെ ജീവൻ സംരക്ഷിക്കാൻ സാധിക്കും. പക്ഷേ തന്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ കൂടി ഈ സമാജത്തിന്റെ ആത്മാഭിമാനമാണ് വലുത്. അതിനു വേണ്ടിയിട്ട് തന്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് അദ്ദേഹം ജീവിതത്തിലെടുത്ത ഉറച്ച തീരുമാനം, അത് അപൂർവം സമൂഹത്തിലെ ചില ആളുകൾക്ക് മാത്രം എടുക്കാൻ സാധിക്കുന്ന തീരുമാനമാണ്.
നമുക്കറിയാം അതിനുശേഷം എത്രയെത്ര ജിഹാദികള് ഭയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നമ്മളെ വിരട്ടി നമ്മുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മുടെ സമൂഹത്തിലെ സമാജത്തെ അത്തരത്തിൽ സംഘടിക്കാതിരിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് നിരായുധനായിട്ട് പ്രകടനം നടത്തിയ വയലാറിലെ നന്ദുവിനെ വെട്ടുവീഴ്ത്തി. ആയുധധാരികളായിട്ടുള്ള സംഘം വാഹനത്തിലെത്തിയാണ് വെട്ടിവീഴ്ത്തിയത്. രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവിനെ സംഘടിച്ചെത്തി ആസൂത്രിതമായിട്ട് അതിരാവിലെ പ്രഭാത സവാരിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ അദ്ദേഹത്തെ വെട്ടിവീഴ്ത്തി. അതുപോലെ തന്നെ ശ്രീനിവാസ്ജിയെ, പാലക്കാട് സജീഷിനെ, അങ്ങനെ പേരെടുത്ത് പറഞ്ഞാല് ഈ കേരളത്തിൽ നടന്ന ഓരോ കൊലപാതകത്തെയും നമ്മൾ വളരെ വ്യക്തമായിട്ട് പരിശോധിച്ചാല് യാതൊരുവിധ സൂചനകളും ലഭിക്കാത്ത സമയത്ത് സംഘടിതമായിട്ട് ആസൂത്രിതമായിട്ട് ആയുധമേന്തി വന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തിയ കൊലപാതകങ്ങൾ. ഇത് യഥാർത്ഥത്തിൽ നമ്മളെ ഭയപ്പെടുത്തി എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഉദ്ദേശം സാധൂകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അവരുടെ ലക്ഷ്യത്തിലേക്ക് അവരെത്തിച്ചേർന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ നോക്കൂ, കേരളത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ നമ്മുടെ പ്രവർത്തകരെ ധീരന്മാരായിട്ടുള്ള, സ്വാഭിമാനികളായിട്ടുള്ള, ധർമ്മബോധമുള്ള, നമ്മുടെ സമാജത്തിന് വേണ്ടിയിട്ട് സമർപ്പണ ഭാവമുള്ള ചില പ്രവർത്തകരെയൊക്കെ ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ വെട്ടിവീഴ്ത്തുമ്പോൾ നാം ഭയന്ന് നെഞ്ചിലടിച്ച് നിലവിളിക്കാൻ തയ്യാറായാൽ നമ്മൾ നോക്കേണ്ടത് ഉത്തരേന്ത്യൻ ചില സംസ്ഥാനങ്ങളിലുള്ള ചില അനുഭവങ്ങളാണ്. എന്തായിരുന്നു മുസാഫർ നഗറിൽ സംഭവിച്ചത്? ഇത് നമ്മൾ പറയുന്നു ജിഹാദികൾ നാളെ ഭാരതത്തിലും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കും. ഇത്തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ നമ്മളെല്ലാം പലായനം ചെയ്യേണ്ടി വരും. നമ്മളെല്ലാം ഇവിടെ ഈ രാജ്യം വിട്ട് പോവേണ്ടി വരും. ഹിന്ദുവിന് പോകാൻ മറ്റൊരു രാജ്യമില്ല. സുശീൽ സുധൻ എന്ന് പറയുന്ന ഒരു വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകനായിട്ടുള്ള ഒരു കാര്യകർത്താവ്, എനിക്ക് നേരിട്ട് പരിചയമുള്ള ആളാണ്. അദ്ദേഹം കാശ്മീരിലാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു കത്ത് വരികയാണ്. ആ കത്തിലെ എഴുതിയിരിക്കുന്നത് തീവ്രവാദികൾ അയച്ച കത്താണ്. ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ഈ പ്രവർത്തനം നിങ്ങൾ നിർത്തുവാൻ വേണ്ടിയിട്ട് തയ്യാറാകണം. ഈ പ്രവർത്തനം നിങ്ങൾ നിർത്താൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺമുന്നില് നിങ്ങളുടെ സർവ്വ കുടുംബാംഗങ്ങളെയും ഞങ്ങൾ വെടിവെച്ച് കൊലപ്പെടുത്തും. 7 ദിവസത്തെ സമയമാണ്. ഈ സമയത്തിനുള്ളിൽ നിങ്ങളുടെ സംഘടനാ പ്രവർത്തനം എല്ലാം നിങ്ങൾ അവസാനിപ്പിക്കണം. അദ്ദേഹം കൈപ്പറ്റി അദ്ദേഹത്തിന്റെ പ്രവർത്തനം യഥാവിധി തുടർന്നുകൊണ്ടിരുന്നു. 7-ാം നാളില് സുപ്രഭാതത്തില് അദ്ദേഹം വീട്ടിന്റെ വാതിൽ തുറന്നപ്പോൾ കണ്ടത് തോക്കുകളേന്തിയ തീവ്രവാദികളെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കടന്നു വന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തെ മുഴുവൻ വെടിവെച്ച് കൊലപ്പെടുത്തി. പക്ഷേ ഇന്നും സുശീൽ സുധൻ എന്ന് പറയുന്ന ഹിന്ദു സംഘടനാ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ കർമ്മപഥത്തിൽ നിന്ന് പിന്മാറാതെ വളരെ ആർജവത്തോട് കൂടിയിട്ട് കാശ്മീരില് ഈ ഹിന്ദു സമാജത്തെ സംഘടിപ്പിക്കുവാനും സുരക്ഷിതരായിട്ട് സമാജത്തെ നിലനിർത്തുവാനും വേണ്ടിയിട്ട് അക്ഷീണം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പിന്നീട് കാണാൻ സാധിച്ചത്. അതിനുശേഷം അദ്ദേഹം നമ്മുടെ ഒരു ബൈഠക്കിൽ പങ്കെടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് കാര്യമായിട്ടുള്ള അസുഖം വന്ന് അദ്ദേഹത്തിന്റെ സംസാര ശേഷി പോലും നഷ്ടപ്പെട്ട് ദീർഘകാലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അദ്ദേഹം തിരിച്ചു വന്നിട്ടും പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യശേഷി അതിനെ അനുവദിക്കുന്നില്ലെങ്കിൽ കൂടി ശക്തമായിട്ട് ഈ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയ ഒരു തീഷ്ണമായിട്ടുള്ള ആദർശശുദ്ധിയുള്ള ഒരു കാര്യകർത്താവിനെ ഒരു വ്യക്തിയിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ മുസാഫർ നഗറില് ഇത്തരത്തിൽ കലാപം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഹിന്ദു സമൂഹത്തെ ഭയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ജിഹാദി സമൂഹം പരിശ്രമിച്ചപ്പോൾ കൃത്യമായിട്ട് മറുപടി നൽകുവാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഹിന്ദു സമാജത്തിന് സാധിച്ചു. നിങ്ങൾ നോക്കൂ, ഗോദ്രയിൽ എന്താണ് സംഭവിച്ചത്? ഗോദ്രയില് രാമഭക്തരായിട്ടുള്ള ആളുകൾ മടങ്ങി വന്ന ട്രെയിന് അത് ലോക്ക് ചെയ്തിട്ട് രാമഭക്തരായിട്ടുള്ള ആളുകളെ ഒരു കാരണവശാലും അവർ പുറത്തു പോകരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റ് തീയിട്ട് അവരെ കൊലപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ്. സംഭവത്തോടു കൂടിയിട്ട് ആകെ ഭയന്ന് വിറങ്ങലിച്ച് എല്ലാ ഹിന്ദു ഭവനങ്ങളും വാതിലടച്ചിട്ട് സർക്കാരിനോട് എന്നെ രക്ഷിക്കാൻ ആരുണ്ട് എന്ന് ചോദിച്ചിട്ട് ഹിന്ദു സമൂഹം നിലവിളിച്ചാൽ ആർക്കാണ് അവരെ സംരക്ഷിക്കാൻ സാധിക്കുക? നാം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് മറിച്ച് സംഭവിച്ചത്? അന്ന് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്ന ഹിന്ദു ഹൃദയ സാമ്രാട്ട് ഡോക്ടർ പ്രവീൺ ഭായ് തൊഗാഡിയ അദ്ദേഹം അയോധ്യയിലായിരുന്നു. അന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി ഇന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം ഡോക്ടർ പ്രവീൺ ഭായ് തൊഗാഡിയ
ശ്രീമാൻ നരേന്ദ്രമോദിയെ ബന്ധപ്പെട്ടു, അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ടു, 9 പ്രാവശ്യം ടെലിഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു, കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അതിനുശേഷം 48 മണിക്കൂർ ഗുജറാത്ത് സർക്കാരിന് ഈ വിഷയത്തെ യഥാവിധി കൈകാര്യം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള സമയം അനുവദിച്ചു. അന്ന് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയ ബജറംഗദള എന്ന് പറയുന്ന സംഘടന രൂപം കൊണ്ടിട്ടില്ല. അത് രൂപം കൊണ്ടിട്ട് കേവലം 7 വർഷം മാത്രമാണ് ആവുന്നത്, 6 വർഷം മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. അന്ന് വിശ്വ ഹിന്ദു പരിഷത്തും ബജറംഗദളും ഉചിതമായിട്ടൊരു തീരുമാനം കൈക്കൊണ്ടു. ആ തീരുമാനം എന്ന് പറയുന്നത് ഗുജറാത്തിലെ ജിഹാദി സമൂഹത്തെ, ഈ തീവ്രവാദി കൂട്ടങ്ങളെ നിലയ്ക്ക് നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമായിരുന്നു. 48 മണിക്കൂറിന് ശേഷം എല്ലാ തെരുവുകളുടെയും നിയന്ത്രണം ബജറംഗദൾ എന്ന് പറയുന്ന സംഘടന ഏറ്റെടുത്തു. വിശ്വ ഹിന്ദു പരിഷത്ത് അതിന് നേതൃത്വം നൽകി. ഡോക്ടർ പ്രവീൺ ഭായ് തൊഗാഡിയ എല്ലാ സ്ഥലങ്ങളുടെയും പ്രവർത്തനത്തെ ഏകീകരിച്ചു. ഈ പറയുന്ന തീവ്രവാദികൾക്ക് റോഡിലിറങ്ങി നടക്കുവാൻ പോയിട്ട് വീട്ടിനകത്ത് മുട്ടിടിക്കാതെ നിൽക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായി. നാം ആരെയാണ് ഭയപ്പെടുന്നത്? ഇരുട്ടിന്റെ മറവില് വാഹനത്തിൽ ഒളിച്ചു വന്ന ആയുധധാരിയല്ലാത്ത ആളുകളെ, പൊതുപ്രവർത്തകരെ, രാഷ്ട്രസ്നേഹികളെ ആയുധമേന്തി വന്ന് കൊലപ്പെടുത്തുന്ന ഈ തീവ്രവാദികളെയാണോ നാം ഭയപ്പെടുന്നത്? നാം ഭയപ്പെട്ടിട്ട് എങ്ങോട്ട് പലായനം ചെയ്യുന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പലായനമല്ല നമുക്ക് ആവശ്യം. ഈ തീവ്രവാദത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കുകയാണ് വേണ്ടത്. ചെറുതും വലുതുമായിട്ടുള്ള രാഷ്ട്രസ്നേഹികളായിട്ടുള്ള മുഴുവൻ സംഘടനാ പ്രവർത്തകരെയും ഈ ദേശത്തിന്റെ ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്ന മുഴുവൻ സമാജത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മത തീവ്രവാദത്തിനും ഇങ്ങനെ ഏകപക്ഷീയമായിട്ടുള്ള സംഘർഷങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ആളുകളെ ഒറ്റപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള സമാജ പ്രവർത്തനമാണ് നാം നടത്തേണ്ടത്. ഇതിൽ ചർച്ച ചെയ്ത സമയത്ത് നേരത്തെ സംസാരിച്ച നമ്മുടെ രാമസിംഹൻജി സംസാരിച്ച സമയത്ത് പറഞ്ഞു BJP രക്ഷിക്കാൻ വരുമോ എന്നുള്ളത്. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാകുന്നതിന് മുമ്പ് ഹിന്ദു ഇത്തരത്തിലുള്ള അക്രമങ്ങളെ അതിജീവിച്ചിട്ടുണ്ട്. ഈ അക്രമ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ഇത്തരത്തിലുള്ള ജിഹാദികളുടെ അക്രമങ്ങൾ ഉണ്ടായത് BJP ഉണ്ടായതിനു ശേഷമല്ല. അതുകൊണ്ട് തന്നെ മറ്റാരെയെങ്കിലും പഴിചാരുന്നതിന് വേണ്ടിയിട്ടല്ല, ആരെങ്കിലും പ്രതീക്ഷ വയ്ക്കുന്നതിലേക്ക് വേണ്ടിയിട്ടല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൗരാണികൾ നമ്മുടെ മുന്നിൽ കാണിച്ചു തന്ന വളരെ വിശാലമായിട്ടുള്ള ആ ദേശീയപരമായിട്ടുള്ള നമ്മുടെ നാടിന് വേണ്ടിയിട്ട് പ്രതിബദ്ധതയോടുകൂടിയിട്ട് സമാജത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച രീതികളുണ്ട്. ജീജാമാതാവിന്റെ മകനായിട്ട് ജനിച്ച ഛത്രപതി ശിവാജിയുടെ ചരിത്രമൊക്കെ നമുക്ക് അറിവുള്ളത് തന്നെയാണ്. അതൊക്കെ ആവർത്തിച്ച് നമുക്ക് ഈ ഒരു ചർച്ചയിൽ സമയം കളയേണ്ട കാര്യമില്ല. അപ്പോ ആ ഛത്രപതി ശിവാജി അന്ന് ഒറ്റയ്ക്ക് വിലപിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഈ മുഗളന്മാർക്കെതിരെ യുദ്ധം ചെയ്യുക എന്ന് ചിന്തിച്ചിരുന്നു എങ്കിൽ, അദ്ദേഹം അങ്ങനെ ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ എന്റെ പ്രാണൻ നഷ്ടപ്പെടുമെന്ന് ഭയന്നിരുന്നു എങ്കിൽ, അദ്ദേഹത്തിന് ഛത്രപതി ശിവാജിയുടെ ആ വീരചരിത്രം അത് സ്ഥാപിക്കാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭയപ്പാടല്ല നമുക്ക് വേണ്ടത്. ഇത് ഈ തീവ്രവാദം, ഇസ്ലാമിക ഭീകരവാദം എന്ന് പറയുന്നത് നാടിന്റെ പൊതുവിപത്താണ്. ഈ ഇസ്ലാമിക ആശയങ്ങൾ ശക്തിപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഭീകരവാദം അതിനൊക്കെ ശക്തിപ്പെടുന്നുണ്ട്. ഈ ഇസ്ലാമിക ആശയങ്ങൾ ഏത് രാജ്യങ്ങളിലെല്ലാം നിലനിൽക്കുന്നുണ്ടോ ആ രാജ്യങ്ങളിലെല്ലാം അവിടുത്തെ ജനങ്ങളുടെ സ്വൈര ജീവിതവും നഷ്ടപ്പെടുന്നുണ്ട്. ഈ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യം നമ്മുടെ നാട്ടിൽ വരാതിരിക്കുവാൻ വേണ്ടിയിട്ടോ, ഒരുപക്ഷെ വന്നാൽ തന്നെ, ഒരുപക്ഷെ നിലവിലുണ്ടെങ്കിൽ തന്നെ അതിനെ പ്രതിരോധിച്ച് ഞാൻ ഉൾപ്പെടെയുള്ള എന്റെ സമാജത്തെ സംരക്ഷിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ സമാജത്തെ സുശക്തമാക്കി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് വളരെ ആർജവത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടി സമാജത്തിന്റെ നടുമധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ സമാജ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അല്ലാതെ കേവലം നമ്മൾ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും നാം ഉയർത്തുന്ന വിലാപങ്ങൾ യാതൊരുവിധ പരിഹാരവും ഉണ്ടാവുകയില്ല. കർമ്മപഥത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന, കർമ്മയോഗിയായിട്ട് മുന്നിൽ നിന്ന് സമാജത്തെ നയിക്കാൻ സാധിക്കുന്നവർക്കാണ് ഈ വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ചർച്ചയിൽ സംസാരിക്കാൻ ആഗ്രഹിച്ചത്. നന്ദി, നമസ്തേ.